ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു എഗ്ലെസ് ഇൻസ്റ്റൻറ്റ് മൈക്രോവേവ് ബ്രൗണി ഉണ്ടാക്കിയല്ലോ. ആദ്യം ഞാൻ തൈരെടുത്ത് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നോർമൽ ഷുഗർ, കണ്ടൻസ് മിൽക്ക്, പിന്നെ വാനില എസൻസ് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മെൽറ്റ് ചെയ്ത ബട്ടർ, കൊക്കോ പൗഡർ, മൈദപ്പൊടി, ഒരു നുള്ളുപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് തിക്ക് ബാറ്റർ ഇട്ടു. അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചങ്ക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ റെഡിയാണ്. ഇത് നമ്മൾ ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളിൽ നമ്മളിട്ടിട്ട് മൈക്രോവേവിൽ ഹൈ പവറിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു 60 സെക്കൻഡ്സ് ബേക്ക് ചെയ്യുക. തുറന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒരു 15 സെക്കൻഡ് കൂടി ബേക്ക് ചെയ്തിട്ട് 2 മിനിറ്റ് നല്ലോണം കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ നല്ല ഈസി ബ്രൗണി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. വെള്ളം, പഞ്ചസാര, മൈദപ്പൊടി, കൊക്കോ പൗഡർ, ചോക്ലേറ്റ്, പിന്നെ ബട്ടർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് കുറുക്കിച്ചെടുത്ത ഒരു സെമി തിക്കുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് സോസും റെഡി ആയിരിക്കണം, ബ്രൗണി റെഡി ആക്കണം. ബ്രൗണി ഒരു കഷ്ണം ഇടുക, നട്ട്സ് ഇടുക, ചോക്ലേറ്റ് സോസ് ഇടുക, ഐസ്ക്രീം, വിപ്പിംഗ് ക്രീം എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഗ്ലെസ് വേർഷൻ അതാണ്. ഇനി ആക്ച്വൽ ബ്രൗണി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഇൻസ്റ്റൻറ്റ് വേർഷൻ ശരിക്കും ഇഷ്ടാവില്ല കേട്ടോ. അത് ഞാനിപ്പോൾ തന്നെ പറയാം, കോഴിമുട്ടക്കുള്ള ബ്രൗണിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇത് നമുക്കൊരു എഗ്ലെസ് ബ്രൗണി പെട്ടെന്ന് ഉണ്ടാക്കാൻ, നമുക്ക് അടുപ്പൊന്നും ഓണാക്കാണ്ട് നമുക്കൊന്ന് മൈക്രോവേവിൽ ഉണ്ടാക്കാൻ പൂതിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ മൈക്രോവേവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവൻ ഇല്ല എങ്കിലും അത് കുഴപ്പമില്ല. നമുക്ക് നമ്മൾ ഫ്രൈ പാനിൽ അടിയിൽ ഒരു തട്ടിട്ടിട്ട് ഫ്രൈ പാനിൻ്റെ ഉള്ളിൽ മേലേക്ക് ഒരു ഇങ്ങനെ ബേക്കിംഗ് ബൗൾ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും നോൺ സ്റ്റിക്ക് പാനിൽ. അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതൊരു ബ്രൗണീൻ്റെ ഫ്ലേവർ അല്ലല്ലോ ഇതിനെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇൻസ്റ്റൻറ്റ് ബ്രൗണിയാണ്. ഇതങ്ങനെ തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഡെസേർട്ട് നമുക്ക് പെട്ടെന്ന് ക്രേവ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.